നമസ്കാരം. നമ്മളിന്ന് ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. മീറ്റിംഗുകളും പ്രസംഗങ്ങളുമൊക്കെ എങ്ങനെ ഫലപ്രദമായി റിപ്പോർട്ട് ചെയ്യാം. അതെ. കയ്യിലുള്ള ഡോക്യുമെന്റ് ബ്ലോക്ക് 2 FEG 2.4 യൂണിറ്റ് 4 അതിലെ പ്രധാന കാര്യങ്ങൾ വച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എങ്ങനെ ഇതിന്റെയൊക്കെ കാതലായ അംശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്ന് നോക്കാം. തീർച്ചയായും. കാരണം സ്ഥാപനങ്ങളിലൊക്കെ മീറ്റിംഗുകളും പ്രസംഗങ്ങളും സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോ അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുക എന്നത് അത് ജോലിസ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. ഈ രേഖ അതാണ് പറയുന്നത്. അതെ. അപ്പോ ഈ റിപ്പോർട്ടിംഗ് എ മീറ്റിംഗ് എന്ന ഭാഗം തന്നെ എടുത്താൽ തുടക്കത്തിൽ വേണ്ട കാര്യങ്ങൾ, അതായത് സ്ഥലം, സമയം, അജണ്ട, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം എടുത്ത തീരുമാനങ്ങൾ മാത്രം മതിയോ? അതോ പങ്കെടുത്ത ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ വാദങ്ങൾ, അതും വേണോ? അത് നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഇത് വെറുമൊരു മിനിറ്റ്സ് എഴുതുന്ന പോലെയല്ല. ഈ രേഖ പറയുന്നത് തീരുമാനങ്ങൾ മാത്രം പോരാ, പ്രധാനപ്പെട്ട വാദങ്ങളും ചേർക്കണമെന്നാണ്. ഓഹോ. കാരണം എന്ത് തീരുമാനിച്ചു എന്നതിനൊപ്പം എന്തുകൊണ്ട് ആ ഒരു തീരുമാനത്തിലെത്തിയേ എന്നുള്ളൊരു ചിത്രം കിട്ടാൻ ഈ വാദങ്ങൾ സഹായിക്കും. പിന്നൊരു പ്രധാന കാര്യം, മീറ്റിംഗിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത അതേ ഓർഡറിലല്ല റിപ്പോർട്ടിൽ വരേണ്ടത്. അല്ലല്ല. പ്രാധാന്യം നോക്കിയിട്ട് വേണം ക്രമീകരിക്കാൻ. അതാണിതിലെ ഒരു പ്രധാന വ്യത്യാസം. പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട പ്രമേയങ്ങളുടെ വാക്കുകൾ അത് അതേപടി ഉദ്ധരിക്കുന്നതും നല്ലതാണ്. ശരിയാണ്. ആ പ്രാധാന്യമനുസരിച്ചുള്ള ഒരു ക്രമീകരണം അത് പോയിന്റാണ്. ഇനി റിപ്പോർട്ടിംഗ് എ സ്പീച്ച്, ഒരു പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വന്നാലോ? ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായി സംസാരിച്ച ആള്, സന്ദർഭം, സമയം, സ്ഥലം, അതൊക്കെ ഓക്കെ. പക്ഷേ ആ പ്രസംഗത്തിന്റെ ഒരു ജീവൻ അതെങ്ങനെ റിപ്പോർട്ടിൽ കൊണ്ടുവരും? പ്രത്യേകിച്ചും ചിലപ്പോൾ മുൻകൂട്ടി എഴുതിയതിൽ നിന്ന് മാറി സംസാരിക്കുമല്ലോ. അതെ അതെ. അവിടെയാണ് റിപ്പോർട്ടറുടെ ഒരു കഴിവ് വരുന്നത്. മുൻകൂട്ടി കോപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാന ഭാഗങ്ങൾ നോക്കി വെക്കാം, ശരിയാണ്. പക്ഷെ പ്രസംഗം നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കൊടുത്ത കോപ്പിയിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന്. ചിലപ്പോ അങ്ങനെ പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾക്കാവും കൂടുതലൊരു വാർത്താ പ്രാധാന്യം ഉണ്ടാവുക. പ്രസംഗം കേട്ട് നോട്ട്സ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ചാൽ അതിനൊരു കേന്ദ്രബിന്ദു, ഒരു ഫോക്കൽ പോയിന്റ് കണ്ടെത്തുക എന്നതാണ്. ഫോക്കൽ പോയിന്റ്. അതായത് എന്താണ് ആ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അത് കിട്ടിയാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം റിപ്പോർട്ടിന്റെ തുടക്കം എഴുതാൻ, ലീഡ് പാരഗ്രാഫ്. ഓക്കെ. അപ്പോ ആ കേന്ദ്രബിന്ദു കിട്ടിയാൽ പിന്നെ ഒരുവിധം കാര്യങ്ങൾ എളുപ്പമായി. ബാക്കിയുള്ള പോയിന്റുകൾ അതിന്റെ പ്രാധാന്യമനുസരിച്ച് താഴേക്ക് കൊടുത്താൽ മതിയാവുമല്ലോ. അതെ. അതായത് പാരഫ്രേസുമായി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണെന്നും പറയുന്നുണ്ടല്ലോ. ശരിയാണ്. ഏകദേശം ഒരു 100 വാക്കിൽ കൂടാതെ നോക്കണമെന്നാണ് പറയുന്നത്. ഉദ്ധരണികളും സംഗ്രഹവും തമ്മിൽ ഒരു ബാലൻസ് വേണം. പിന്നെ ഒന്നിലധികം ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് ഊന്നൽ കൊടുത്തിട്ട് മറ്റുള്ളവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കണം, അല്ലേ? അതെ അതെ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒരുപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈലൈറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നൊരു ഉദാഹരണം ഈ ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുണ്ട്. 1986 രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തതിനെ പറ്റിയുള്ള ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഓപ്പോസിഷൻ ബോയ്ക്കോട്ട്സ് അഡ്രസ്, ഐസൊലേറ്റ് ടെററിസ്റ്റ് സെയ്സ് പ്രസിഡന്റ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്? ആ റിപ്പോർട്ട് വിശകലനം ചെയ്താൽ കാണാം, അതിന്റെ ലീഡ് അല്ലെങ്കിൽ ആ തുടക്കം ഊന്നൽ കൊടുത്തത് കടുത്ത തീരുമാനങ്ങളുടെ അനിവാര്യത എന്ന ആശയത്തിനാണ്. അതാണ് റിപ്പോർട്ടർ കണ്ടെത്തിയ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ്. ശരി. അതോടൊപ്പം രാഷ്ട്രപതിയുടെ ചില വാഗ്ദാനങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം, എന്തിനധികം പ്രസംഗത്തിനിടെ രാഷ്ട്രപതി കണ്ണടയൊന്ന് തിരഞ്ഞ ആ ഒരു ചെറിയ നിരീക്ഷണം പോലും അതും റിപ്പോർട്ടിലുണ്ട്. ഇതൊക്കെ ആ റിപ്പോർട്ടിനെ കുറച്ചുകൂടി വായിക്കാൻ രസമുള്ളതാക്കുന്നു. അതെ, ഒരു ജീവനുണ്ടാക്കുന്നു. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ പ്രസംഗം ദ ട്രിബ്യൂൺ എന്ന പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ തലക്കെട്ട് പ്രസിഡന്റ് അഷ്യൂർസ് അക്കാലീസ് ഓഫ് സപ്പോർട്ട് എന്നായിരുന്നു. ഓ, വ്യത്യസ്തമായ ഫോക്കസ്. അതെ, അവിടെ കേന്ദ്രബിന്ദു മാറിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? പത്രത്തിന്റെ വായനക്കാരാരാണ് എന്നതിനനുസരിച്ച്
ദേശീയ തലത്തിലുള്ള പത്രമാണോ പ്രാദേശിക പത്രമാണോ എന്നതിനനുസരിച്ച് ഒരേ സംഭവത്തിന്റെ റിപ്പോർട്ടിംഗിലെ ഊന്നൽ എങ്ങനെ മാറാമെന്നതാണ്. അത് വളരെ വ്യക്തമായൊരു ഉദാഹരണം തന്നെ. ഇനി റിപ്പോർട്ടിംഗിലെ വേറൊരു ടെക്നിക്കൽ ഭാഗം, പങ്ക്ച്വേഷൻ. പ്രത്യേകിച്ച് ഈ ക്വട്ടേഷൻ മാർക്സിന്റെ ഉപയോഗം. നേരിട്ടുള്ള സംഭാഷണം കാണിക്കാൻ ഇത് വളരെ പ്രധാനമാണല്ലോ. അതെ അതെ, ഡയറക്റ്റ് സ്പീച്ച് കാണിക്കാനും പിന്നെ ഈ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ ഇതിന്റെയൊക്കെ തലക്കെട്ടുകൾ കൊടുക്കാനും സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ക്വട്ടേഷൻ മാർക്കുകൾ ഉപയോഗിക്കാം. ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്: ബുനിയാദ്, ദ ലാസ്റ്റ് റൈഡ് ടുഗെദർ എന്നൊക്കെ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു നിയമം, ഇത് പലപ്പോഴും തെറ്റാറുണ്ട്, കോമകളും ഫുൾ സ്റ്റോപ്പുകളും എപ്പോഴും ക്വട്ടേഷൻ മാർക്കുകൾക്ക് ഉള്ളിൽ വരണം എന്നതാണ്. ഓക്കെ, അത് പ്രധാനമാണ്. പുറത്തല്ല, ഉള്ളിൽ. റിപ്പോർട്ടിന്റെ ഒരു വ്യക്തതയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമ്മൾക്ക് എന്താണ് പ്രധാനമായിട്ട് എടുക്കാനുള്ളത്? മീറ്റിംഗ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോഴും കേട്ട കാര്യങ്ങൾ അതേപടി പകർത്തിവെക്കുക എന്നതിനപ്പുറം അതെ, വിവരങ്ങള് പ്രാധാന്യം നോക്കി അടുക്കണം, ഒരു കാതലായ കേന്ദ്രബിന്ദു കണ്ടെത്തണം, ഉദ്ധരണികളും നമ്മുടെ സ്വന്തം വാക്കുകളിലുള്ള സംഗ്രഹവും ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, പിന്നെ ഈ പറഞ്ഞ വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നല്ല വ്യക്തമായ ഒരു റിപ്പോർട്ടിന് അത്യാവശ്യമാണ്. തീർച്ചയായും. ഈ കേന്ദ്രബിന്ദു കണ്ടെത്താനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് റിപ്പോർട്ടിങ്ങിന് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ഏത് വിവരം കിട്ടിയാലും അതിനെ വേഗത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. എന്താണ് കാതൽ എന്ന് തിരിച്ചറിയുക, അതൊരു പ്രധാന കഴിവാണ്. ശരിയാണ്. അപ്പോ ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് തന്നെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ ഒരു ആശയം, ഒരു പോയിന്റ് എന്താണ്? അതൊന്ന് ആലോചിച്ചു നോക്കുക. അത് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ട ഒന്നാണ്.